നമസ്കാരം. കഥാകഥനസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രത്തിൽ ചില യുദ്ധങ്ങൾ വാളുകൊണ്ട് ജയിക്കപ്പെട്ടതാണ്, ചിലത് ശക്തി കൊണ്ട്. പക്ഷേ ഒരു യുദ്ധമുണ്ടായിരുന്നു, അത് ജയിച്ചത് ബുദ്ധി കൊണ്ട്. ഒരു വലിയ നഗരം, ഉയർന്ന മതിലുകൾ, അകത്ത് ആയിരക്കണക്കിന് ആളുകൾ. 10 വർഷം നീണ്ട യുദ്ധം. പക്ഷെ ആരും ജയിച്ചില്ല. അവസാനം ഒരു കുതിര വന്നു. ആ കുതിരയായിരുന്നു ഒരു സാമ്രാജ്യത്തിൻ്റെ അവസാനവും. ഇതാണ് ട്രോജൻ കുതിരയുടെ കഥ. പണ്ടുകാലത്ത് ട്രോയി എന്ന ഒരു നഗരമുണ്ടായിരുന്നു. അതൊരു സാധാരണ നഗരമല്ല. ഉയർന്ന മതിലുകൾ, ശക്തമായ സൈന്യം, സമ്പത്ത്. ആ നഗരം കീഴടക്കാൻ അസാധ്യം എന്നെല്ലാവരും കരുതിയിരുന്നു. അവിടെ ഒരു രാജാവുണ്ടായിരുന്നു, പ്രിയം. അവൻ്റെ മകൻ പാരിസ്. പാരീസാണ് ഈ കഥയുടെ തുടക്കം. ഒരു ദിവസം പാരീസ് സ്പാർട്ട എന്ന രാജ്യത്തെത്തി. അവിടുത്തെ രാജാവിൻ്റെ ഭാര്യയായിരുന്നു ഹെലൻ, ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ. പാരീസ് അവളെ ട്രോയിലേക്ക് കൊണ്ടുപോയി. ഇത് ഒരു വലിയ അപമാനമായിരുന്നു. സ്പാർട്ടയുടെ രാജാവ് മെനലാവ്സ് ഗ്രീസിലെ എല്ലാ രാജാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടി. അവർ പറഞ്ഞു, ട്രോയിയെ നശിപ്പിക്കണം. അങ്ങനെ തുടങ്ങി ട്രോജൻ യുദ്ധം. വർഷങ്ങൾ കടന്നു. ഗ്രീക്ക് സൈന്യം ട്രോയിയുടെ മതിലുകൾ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ട്രോയിയുടെ മതിലുകൾ അതിശക്തമായിരുന്നു. അവർക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല. 10 വർഷം. പക്ഷെ യുദ്ധം അവസാനിച്ചില്ല. 2 വശത്തും ആയിരങ്ങൾ മരിച്ചു. പക്ഷേ വിജയം ആർക്കും സ്വന്തമായില്ല. ഗ്രീക്ക് സൈന്യത്തിൽ ഒരു ബുദ്ധിമാനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഒഡിസ്യസ്. അവൻ പറഞ്ഞു, ശക്തി കൊണ്ട് യുദ്ധം ജയിക്കാൻ കഴിയില്ല, പക്ഷെ ബുദ്ധി കൊണ്ട് ജയിക്കാം. അവനൊരു പദ്ധതി തയ്യാറാക്കി. ഒരു വലിയ മരക്കുതിര നിർമ്മിച്ചു. വളരെ വലിയ കുതിര. അത് ശൂന്യമായിരുന്നു. അതിനുള്ളിൽ ഗ്രീക്ക് സൈനികർ ഒളിച്ചു. ഗ്രീക്ക് സൈന്യം യുദ്ധം ഉപേക്ഷിച്ചതുപോലെ നടിച്ചു. അവർ കപ്പലുകളിൽ കയറിപ്പോയി. പക്ഷേ അതൊരു നാടകമായിരുന്നു. കടലിന് പിന്നിൽ അവർ ഒളിച്ചു. ട്രോയിയുടെ പുറത്ത് ആ വലിയ മരക്കുതിര മാത്രം. ട്രോയിയിലെ ആളുകൾ പുറത്തു വന്നു. അവർ അത്ഭുതപ്പെട്ടു. ഗ്രീക്കുകാർ പോയി. അവർ ആ കുതിരയെ കണ്ടു. ചിലർ പറഞ്ഞു, ഇതൊരു വഞ്ചനയാണ്. പക്ഷെ പലരും പറഞ്ഞു, ഇതൊരു സമ്മാനമാണ്. അവർ കുതിരയെ നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അതവരുടെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. രാത്രിയായി. എല്ലാവരും ഉറങ്ങി. അപ്പോൾ കുതിരയുടെ ഉള്ളിൽ നിന്ന് സൈനികർ പുറത്തു വന്നു. അവർ കോട്ടയുടെ വാതിലുകൾ തുറന്നു. കടലിൽ ഒളിച്ചിരുന്ന ഗ്രീക്ക് സൈന്യം വീണ്ടും എത്തി. അവർ നഗരം ആക്രമിച്ചു. ട്രോയി തകർന്നു. വർഷങ്ങളോളം നിലനിന്ന നഗരം ഒരു രാത്രിയിൽ തകർന്നു. വാളുകൾ കൊണ്ടല്ല, ഒരു കുതിരയെ കൊണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പോലും ട്രോജൻ കുതിര എന്ന് പറയുന്നത്. പുറത്ത് നല്ലതുപോലെ തോന്നും, പക്ഷേ അകത്ത് അപകടം ഒളിഞ്ഞിരിക്കും. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, ഓരോ സമ്മാനവും സത്യമായിരിക്കണമെന്നില്ല. ഓരോ നിശബ്ദതയും സമാധാനമല്ല. ചിലപ്പോൾ വലിയ നാശം ചെറിയ ഒരു വഞ്ചനയിൽ നിന്നാണ് തുടങ്ങുന്നത്.